ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാനായിട്ട് പോകുന്നത് വെച്ചാൽ എങ്ങനെ നമുക്ക് ബൈക്കിലിരിക്കുന്ന ഒരു കാർട്ടൂൺ കാരിക്കാച്ചർ എഡിറ്റിംഗ് ചെയ്യാമെന്നാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് ഇനി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, എങ്ങനെ കാറിലിരിക്കുന്ന ഒരു എഡിറ്റിംഗ് ചെയ്യാം, എങ്ങനെ ബൈക്കിലിരിക്കുന്ന ഒരു എഡിറ്റിംഗ് ചെയ്യാമെന്നൊക്കെ. അതിനുവേണ്ടി ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ഡിഫറെൻറ്റ് കണ്ടൻറ്റ്സ് ഒക്കെ സെർച്ച് ചെയ്തിടുന്നത്. അപ്പോൾ നിങ്ങളാണ് എനിക്ക് സപ്പോർട്ട് തരേണ്ടത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് മുകളിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ പിക്സാർട്ട് പിന്നെ ടൂൺ ആപ്പ്, ഈ രണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ ഈ ടൂൺ ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗാലറിയിലെ ഫോട്ടോസൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ നിങ്ങളുടെ ഒരു ഫേസ് സെലക്ട് ചെയ്യണം, നല്ല ക്ലിയർ ആയിരിക്കണം. ഓക്കെ, പിന്നെ വന്നിട്ട് എൻ്റെ ഒരു ഫേസ് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി താഴെ ഓക്കെ ബട്ടൺ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പ്രോസസ് ആയിക്കൊണ്ടിരിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഇപ്പോൾ തന്നെ ഇത് പ്രോസസ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ മുകളിൽ വന്നിട്ട് ഇപ്പോൾ ഒരു ആരോ മാർക്ക് വരുന്നതായിരിക്കും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ അപ്ലൈ എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് താഴെ സേവ് എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിക്ക് ചെയ്താൽ ഈ ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ പിക്സാർട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിന് മുമ്പ് ജസ്റ്റ് ഞാൻ എൻ്റെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ വെറുതെ അഡ്വർടൈസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്യുമ്പോഴും ആഡ് വരും, കാരണം നെറ്റ് ഒന്ന് ഓഫ് ചെയ്യും. ഓക്കെ, ഇനി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് എ ഫോട്ടോ എന്നുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ വന്നിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. ഇനി നമ്മൾ താഴെ ആഡ് ഫോട്ടോ ഉണ്ടാകും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താ സെലക്ട് ചെയ്യണം വെച്ചാൽ ഈ ബൈക്കിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യണം, PNG. അതെന്ത് ചെയ്യണം വെച്ചാൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും ഈ ഫോട്ടോസിൻ്റെ ഒക്കെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഗേൾസിൻ്റെയും ചെയ്യാൻ പറ്റും, ബോയ്സിൻ്റെയും ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ബോയിൻ്റെ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ താഴെ ആഡ് ഫോട്ടോ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആ കാർട്ടൂൺ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. താഴെ കട്ടൗട്ട് എന്നുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് താഴെ പേഴ്സൺ എന്ന ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫേസ് വന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗമൊക്കെ അങ്ങനെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാം, ഈ കഴുത്തിൻ്റെ ഭാഗമൊക്കെ. സോ ഗൈസ്, അപ്പോൾ ഇറേസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ മുകളിൽ സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫേസ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫേസ് കുറച്ച് വലുതാക്കണം, നല്ല ചെറുതാക്കരുത്. കുറേ ആൾക്കാർ ചെറുതാക്കി വെക്കുന്ന ഫേസൊക്കെ നിങ്ങൾ മാക്സിമം കുറച്ച് വലുതാക്കും. ഓക്കെ, എന്താ വെച്ചാൽ കാരിക്കേച്ചറാണ് ഈ ഫോട്ടോൻ്റെ മീനിങ്. അപ്പോൾ കാരിക്കേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ചെറുതായി ഉണ്ടാവും, നമ്മുടെ ഫേസ് മാത്രമേ വലുതായി. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ എന്തോ ഒരു നന്നായിട്ടുണ്ടാകും ഫോട്ടോ കാണാൻ. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഫേസ് കുറച്ചൊന്ന് വലുതാക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും എൻ്റെ ഫേസിൻ്റെയും ഈ ഔട്ട്ഫിറ്റിൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഈ ഹാൻഡ് അതൊക്കെ ഇല്ലേ, ആ കളറൊക്കെ ഡിഫറൻസ് ആണ്. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ നമ്മുടെ ഫേസിൽ ക്ലിക്ക് ചെയ്ത് താഴെ അഡ്ജസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അവിടെ താഴെ നിങ്ങൾക്ക് ടെമ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ലാസ്റ്റിൽ, അത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഈ എമൗണ്ട് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് മാച്ച് ആവുന്നതായിരിക്കും. ഓക്കെ, മാച്ച് ആയതുകൊണ്ട് ഇനി മുകളിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ മുകളിൽ ഡൗൺലോഡ് എന്നൊരു ബട്ടൺ ഉണ്ടാകും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഫോട്ടോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓൾ എടുക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. ബൈ.